DJ പാർട്ടികളിൽ നിറസാന്നിധ്യമായ കത്തോലിക്ക വൈദികൻ ശ്രദ്ധേയനാകുന്നു. പോർച്ചുഗീസ് പുരോഹിതനായ ഫാദർ ഗിൽഹെറം പെയ്സോട്ടോയാണ് രാത്രി ക്ലബ്ബുകളും DJ പാർട്ടികളും സുവിശേഷം കൊടുക്കാനുള്ള മാധ്യമമാക്കി മാറ്റിയിരിക്കുന്നത്. സംഗീതത്തിലൂടെ പ്രത്യാശയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നിശാ ക്ലബ്ബുകളിൽ ഇപ്പോൾ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ക്ലറിക്കൽ കോളറുള്ള കറുത്ത ഷർട്ട് ധരിച്ച് DJ ബൂത്തിലെത്തുന്ന ഈ 49കാരന്റെ പ്രോഗ്രാമുകൾ പ്രായഭേദമന്യേ ഏവരെയും ആകർഷിക്കുന്നു. ലൗണ്ടോസിൽ അടുത്തിടെ നടന്ന RD റോക്ക് പരിപാടിയിൽ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. രാത്രിയെ സുരക്ഷിതമായ ഇടമാക്കുക എന്നത് എല്ലായ്പ്പോഴും വലിയ വെല്ലുവിളിയാണെന്ന് ഫാദർ പെയ്സോട്ടോ പറയുന്നു. വേനൽക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികൾ കൂടുതലായും നടക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ 9 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള പെയ്സോട്ടോ മറ്റിടങ്ങളിലും പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായ ഹി ഐബിസയിൽ അദ്ദേഹം അടുത്തിടെ പരിപാടി അവതരിപ്പിച്ചിരുന്നു. ഇറ്റലി, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ലോക യുവജന ദിനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പായുടെ പോർച്ചുഗൽ സന്ദർശന വേളയിൽ പെയ്സോട്ടോയുടെ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. 2019 വത്തിക്കാൻ സന്ദർശന വേളയിൽ അദ്ദേഹത്തിൻ്റെ ഹെഡ്ഫോണുകൾ പാപ്പ ആശീർവദിച്ച് നൽകിയിരുന്നു. ചെറുപ്പം മുതലുണ്ടായിരുന്ന പെയ്സോട്ടോയുടെ സംഗീതാഭിരുചി സെമിനാരിയിൽ പഠിക്കുമ്പോൾ വളർന്നു. 2010 സൈനിക ചാപ്ലിൻ എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനിലായിരിക്കുമ്പോൾ അദ്ദേഹം സൈനികർക്കായി സാമൂഹിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തിരികെ എത്തിയ പെയ്സോട്ടോ DJ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. തൻ്റെ ഇടവക ദേവാലയത്തിന് സമീപം ഇലക്ട്രോണിക് നൃത്ത സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചതായിരുന്നു ഫാദർ പെയ്സോട്ടോയുടെ തുടക്കം. ടെക്നോ സംഗീതത്തിൽ മതപരമായ ഗാനങ്ങളും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ. ഒരു പുരോഹിതനായിരിക്കുക എന്നതിനർത്ഥം ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. സംഗീതം നമ്മെ ഒന്നിപ്പിക്കുന്നു. ധാർമ്മികതയും വിശ്വസ്തതയും മുറുകെ പിടിക്കണമെന്നും മൂല്യങ്ങളിൽ അടിയുറച്ച് വളരണമെന്നും ഫാദർ പെയ്സോട്ടോ ക്ലബിൽ എത്തുന്നവരോട് പറയും. അങ്ങനെ വരുമ്പോൾ അവരെ നമുക്ക് നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹം പറയുന്നു. പുലർച്ചെ വരെ നീളുന്ന സംഗീത പരിപാടികൾക്ക് ശേഷം അദ്ദേഹം ഇടവകയിലെ മറ്റ് അജപാലന പ്രവർത്തനങ്ങൾക്കായി സമയം നീക്കിവെക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുക, എല്ലായ്പ്പോഴും സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടെ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കുക. തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഫാദർ പെയ്സോട്ടോ പറയുന്നു. Are also receptive to a message of faith and hope.